കടൽ തന്നത് കടലെടുക്കുന്ന പ്രതിഭാസം അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. മുസിറി സ്പോട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ട് വരെ തലയുയർത്തിയിരുന്ന ഒരു മെഗാ പോർട്ട് തന്നെയായിരുന്നു മുസിറി സ്പോട്ട്. അറബികളും ചൈനക്കാരും ഫിനീഷ്യൻസും എല്ലാം സ്പൈസിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരുന്നത് മുസിറി സ്പോട്ടിലേക്കായിരുന്നു. നമ്മുടെ മധ്യ തിരുവിതാംകൂറിലുള്ള പെരിയാർ അടക്കമുള്ള പുഴകളിലൂടെ വളരെ സുഗമമായി വഞ്ചിയിലൂടെയും ചെറിയ ബോട്ടുകളിലൂടെയും ഈ സ്പൈസിനെ മുസിറി സ്പോട്ട് എത്തിക്കാൻ കഴിയും. അവിടെ നിന്ന് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന വലിയ പായ്ക്കപ്പലിലോട്ട് ഇത് മാറ്റാം. അങ്ങനെ മുസിറി 14-ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ 14-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഒരു വലിയ പോർട്ട് തന്നെയായിരുന്നു. എന്നാൽ 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമുണ്ടായി എന്ന് പറയപ്പെടുന്ന ആ വലിയ പ്രളയത്തിൽ പെരിയാർ കരകവിഞ്ഞൊഴുകുകയും കൊടുങ്ങല്ലൂർ, പറവൂർ ആ ഭാഗത്തേക്കുള്ള ആ മുസിറീസിൻ്റെ ഭാഗത്തോട്ട് അതിശക്തമായിട്ട് വെള്ളം ഒഴുകുകയും മണ്ണും എക്കലും ചെളിയും എല്ലാം വന്നടിഞ്ഞ് മുസിറി സ്പോട്ട് പ്രവർത്തനക്ഷമമല്ലാത്ത രീതിയിലോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ മുസിറി സ്പോട്ടിൻ്റെ ഖ്യാതി എന്നേക്കുമായിട്ട് അവസാനിച്ചു. എന്നാൽ ഇത് തൊട്ടപ്പുറേ കൊച്ചിൻ പോർട്ടിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയായിരുന്നു. പെരിയാറിൻ്റെ മറ്റേ കൈവഴി അതിശക്തമായിട്ട് കടലിലേക്ക് ഒഴുകുകയും ആ ഭാഗത്ത് കൃത്യമായിട്ട് കൊച്ചിൻ പോർട്ട് ഉണ്ടാവാനുള്ള ഒരു എക്കോസിസ്റ്റം വളർന്നു വരികയാണ് ചെയ്തത്. ചെറിയ ചെറിയ തുരുത്തുകളും വൈപ്പിനടക്കമുള്ള ഐലൻഡ്സുകളും അവിടെ രൂപപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ വലിയ സ്റ്റീം എൻജിൻ ഷിപ്പുകൾക്ക് ബർത്ത് ചെയ്യാൻ അപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1921 ബ്രിസ്റ്റോ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള എഞ്ചിനീയർ അവിടെ വരികയും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ മണൽ തിട്ടകളെയും ചെറിയ തുരുത്തുകളെയെല്ലാം ഇടിച്ച് ഡ്രഡ്ജ് ചെയ്തെടുത്ത് വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ദ്വീപ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ കൊച്ചിൻ പോർട്ട് അന്ന് മുതൽ മുടിചൂടാൻ മന്നനായിട്ട് ബ്രേക്ക് ബൾക്ക് ഷിപ്പുകളും ജനറൽ കാർഗോ ഷിപ്പുകളും കണ്ടെയ്നർ ഷിപ്പുകളും വന്നു പോകുന്ന ഒരു വലിയ തുറമുഖ നഗരമായിട്ട് കൊച്ചി മാറിക്കൊണ്ടിരുന്നു. എന്നാൽ കാലഘട്ടം പിന്നെയും മാറിക്കൊണ്ടിരുന്നു. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത്. ഇന്ന് വിഴിഞ്ഞമാണ് വലിയ പോർട്ട്, ഇന്ന് വിഴിഞ്ഞമാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ്. അന്ന് മുസിറീസിൻ്റെ കാലത്തും വിഴിഞ്ഞം ഉണ്ടായിരുന്നു. പക്ഷേ അടിയിൽ പാറക്കെട്ടുകളും അതിശക്തമായിട്ടുള്ള വേവ്സ് ഇമ്പാക്റ്റ് ഉള്ളതിനാൽ പല സെയിലേഴ്സിനും വിഴിഞ്ഞം പോർട്ടിൽ ബർത്ത് ചെയ്യാൻ ഭയമായിരുന്നു. എന്നാൽ അദാനി കമ്പനി വരികയും അവിടെ കൃത്യമായിട്ടുള്ള പുലിമുട്ടുകൾ സ്ഥാപിക്കുകയും ചെയ്തതോടുകൂടി ഇവിടെ കപ്പലുകൾക്ക് വളരെ സേഫായിട്ട് ബർത്ത് ചെയ്യാനുള്ള ഒരവസ്ഥ വന്നു. അങ്ങനെ നല്ല ആഴമുള്ള അടിയിൽ പാറക്കെട്ടെന്ന് പറയുന്നത് അന്നൊരു പേടി സ്വപ്നമാണെങ്കിൽ ഇന്ന് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ വിഴിഞ്ഞം ഒരു വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായിട്ട് വളർന്നു വരുവാണ്. അപ്പോൾ നമ്മുടെ കൊച്ചിയുടെ അവസ്ഥ ഇനി എന്താവും? കടൽ തന്നത് കടൽ എടുക്കുന്നു എന്നാണല്ലോ പ്രതിഭാസം. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഇപ്പോഴും വളരെ വർഷങ്ങളായിട്ട് അവിടെ അതിദുർബലനായിട്ട് തുടരുന്നുണ്ട്. അതൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ